എനിക്ക് നടന്നതിനെ കുറിച്ചാണ് നടികർ പറഞ്ഞാൽ എനിക്ക് ലാഗ് ഒട്ടും തോന്നിയില്ല, നല്ല എൻ്റർടൈനറായിട്ട് തോന്നി. പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നുമില്ല. സിനിമയ്ക്കുള്ള സിനിമയെ തന്നെ വിമർശിക്കുന്നു. സിനിമയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടും. പിന്നെ ടോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കാണിച്ചില്ലേ, ഇതൊക്കെയാണ് നല്ലതും കാണിക്കുന്നത്, ശരിക്കുള്ള ടോണേ കാണിക്കുന്നത്. പിന്നെന്താ, നല്ല എൻ്റർടൈനറാണ്, ലാഗൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ മെത്തേഡ് ആക്ടിങ്ങാണ് കൂടുതൽ. മിക്ക ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സാണ്. മമ്മൂക്കി ആയാലും ഫഹദ് ആയാലും ഹോളിവുഡ് ആക്ടേഴ്സാണ്. ഒരു ബോൺ ആക്ടർ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. എന്തായാലും സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയൊരു പോസിറ്റീവാണ്, ലാഗ് എനിക്ക് തോന്നിയില്ല. യഥാർത്ഥ ടോണിയെ കാണിക്കുന്നത്, ശരിക്കുള്ള ടോണിയെ കാണിക്കുന്നത്. ടോണിയോട് ഇവിടെ പടം ഇട്ടാൻ തോന്നുന്നു. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും. പടം ഇട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെ എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ആരും സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. നടികർ ലാൽ ജൂനിയറിൻ്റെ പടത്തിന് എപ്പോഴും ഒരു വൈബ് ഉണ്ടാവും. പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻറ്റ് വൈബായിരുന്നു. നല്ലൊരു സോളിഡ് സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടായിരുന്നു, അത് നന്നായി ഹുക്കപ്പ് ചെയ്തു. സോ സ്റ്റാർട്ടിങ് വിത്ത് ടോവിനോ, നല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലുക്ക്, എജ്ജാതി ലുക്കായതുകൊണ്ട് അപ്പാർട്ട് ഫ്രം ലുക്സ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സെക്കൻഡ്ലി സൗബിൻ ആസ്വാജാണ് കുറിച്ചോ ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു. ലാൽ ജൂനിയറുടെ മൂവിയിൽ എപ്പോഴും സുരേഷ് കൃഷ്ണയ്ക്ക് ഒരു പ്രത്യേക വൈബായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ഇതായാലും നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു എൻഗേജിങ് ആയിരുന്നു. കുറച്ച് കോമിക് ട്രാക്കാണ്, പക്ഷേ നല്ല ഇതെന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കോസ്റ്റ്യൂം ഡിസൈനിങ് ഏക്ത, പുള്ളിക്കാരി അടിപൊളിയായിരുന്നു. കാരണം എല്ലാ ഫ്രെയിംസും ഭയങ്കര കളർഫുള്ളായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. മൂവി ആസോ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്കുള്ള സിനിമ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, പക്ഷേ സിനിമയ്ക്കുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഫുൾ ത്രൂ ഔട്ട് കാണിക്കുന്നു. ഒരാളുടെ ഈഗോ, ആ പ്രശ്നങ്ങൾ, അതെങ്ങനെ മാറുന്നു, ട്രാൻസിഷൻ, അതെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവി നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്കുള്ള സിനിമ പറയുന്ന കഥ നിരാശപ്പെടുത്തില്ല, തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവി ആയിരിക്കും. ആൻഡ് 2-3 ക്യാമിയോസ് ഉണ്ട്. അനുമേനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷൈനും ഈ പറഞ്ഞ ധ്യാൻ ശ്രീനിവാസും ചെറിയൊരു ക്യാമിയോയിലുണ്ട്. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. രഞ്ജിത്ത് ഓൾസാസാണ് കുറിച്ചോ. എനിക്ക് ബസ്സിൽ നന്നായി വർക്കൗട്ടായി. നടികർ സിനിമയ്ക്കുള്ളിലൊരു സിനിമയാണ് പറയണത്. എനിക്കതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് സിനിമയ്ക്കുള്ള സിനിമയാകുമ്പോഴത്തേക്ക് ഒരു ആക്ഷൻ കട്ട് ഒരു ലെവലുണ്ട്. അത് മീൻസ് സിനിമയ്ക്കുള്ള സിനിമ പറയുമ്പോൾ ആ പടത്തിൻ്റെ യഥാർത്ഥ പടത്തിൽ ഒരു ആക്ഷൻ പറയുമ്പോൾ ടോബിനെ റിയൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അഭിനയിച്ച് തുടങ്ങുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ടർ നമ്മുടെ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു വേ ഓഫ്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് സുരേഷ് കൃഷ്ണയാണ്. ചേട്ടായിസ് സിനിമയിലാണ് സുരേഷ് കൃഷ്ണനെ ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ്. ചേട്ടായിസിൽ ഹൈലൈറ്റ് ഐറ്റമാണ് സുരേഷ് കൃഷ്ണ. അതിൽ പറയുന്നുണ്ട് മമ്മൂക്ക സീരിയസ് ആയിട്ടും ലാലേട്ടൻ കൂളായിട്ട് എടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഇങ്ങനെ ഒരു ആക്ടറിൻ്റെ കൂടെ നിന്നിട്ട് സുരേഷ് കൃഷ്ണൻ്റെ കൗണ്ടറും സംഭവങ്ങളൊക്കെ അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ലാൽ ജൂനിയറിൻ്റെ സിനിമയാണ്. അപ്പോൾ ലാൽ ജൂനിയറിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരില്ല, ഇപ്പോൾ സൗബിനാണെങ്കിലും ബാലു വർഗീസ്, അങ്ങനെ കുറേ ടീമുകൾ അങ്ങനെ ഉണ്ട്. പിന്നെ ചന്ദനാഥുണ്ട്. ഓവറോൾ കുഴപ്പമില്ല. കോസ്റ്റ്യൂമിന് ഭയങ്കര ഐഡിയ കൊടുക്കണം. കാരണം പെർഫെക്റ്റ്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. കോസ്റ്റ്യൂം ഇതിൽ പെർഫെക്റ്റ് ഏരിയ ആണ്. പിന്നെ ഡയറക്ഷൻ എനിക്ക് ഓക്കെയാണ്. ഓവറോൾ കുഴപ്പമില്ല.